അപ്പോൾ നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഇന്ന് 1 മാസം തികയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് ഉണ്ട്. കുഞ്ഞാവയുടെ 1 മാസം തികേണ്ട ഒരു ഫോട്ടോ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വസുവും ദച്ചുവേട്ടനുമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. കുഞ്ഞുമണി ഇന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 7 മണിയായി. അപ്പോൾ വെയിലൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞ് പുറത്ത് കൊണ്ടുവന്നാണ്. അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്നതൊക്കെ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും കേട്ടോ. എന്നിട്ട് ചുണ്ടൊക്കെ ഇങ്ങനെ ശ്രമിക്കും, ട്രൈ ചെയ്യാറുണ്ട്, ഇങ്ങനെ ഊന്നൊക്കെ ആക്കാറുണ്ട് കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ ഇന്നമ്മൻ്റെ അടുത്ത് സംസാരിക്കണം, ഇന്നമ്മ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. കറങ്ങും വശവത്തുന്നുണ്ട്. പിന്നെ പപ്പിൻ്റെ മുത്തുവിൻ്റെ അമ്മീൻ്റെ മുത്തുവിൻ്റെ ഇന്നമ്മീൻ്റെ മുത്തുവിൻ്റെ അപ്പൂപ്പനുണ്ട് മുത്തുവിൻ്റെ പപ്പിൻ്റെ മുത്തുവിൻ്റെ ആൻറ്റിൻ്റെ മുത്തുവിൻ്റെ ജിജുണ്ട് മുത്തുവിൻ്റെ അല്ലുമ്മ എൻ്റെ മുത്തുവിൻ്റെ എൻ്റെ അച്ഛന്മാരുണ്ട്. നമ്മുടെ ദച്ചു കുഞ്ഞേട്ടൻ ഉണർന്നതും കുഞ്ഞാടെ അടുത്താണ് കേട്ടോ. ഫുൾ ടൈം കുഞ്ഞാൻ്റെ അടുത്താണ്. അപ്പോൾ സ്വന്തമായി വന്ന് കുഞ്ഞാൻ്റെ അടുത്ത് സംസാരിക്കും, പാട്ട് പാടി കൊടുക്കും. അപ്പോൾ ഞാൻ അറിയാതെ വീഡിയോ എടുക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല, ഞാൻ അറിയാതെ എടുത്ത വീഡിയോസാണ്. കൂക്കു തീവണ്ടിൻ്റെ കാണണേ. ഹലോ കൂട്ടുകാരെ, ഇന്നെൻ്റെ പപ്പ ഡൽഹി പോയിരിക്കുകയാണ്. പപ്പൻ്റെ കുഞ്ഞുമോനെ കാണാൻ പപ്പ വീഡിയോ കോൾ വിളിച്ചു. മുത്തേ കിട്ടം വന്നടാ മുത്തേ. ദച്ചുവേട്ടൻ ഫുൾ ടൈം കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ ആയതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിന് നല്ല പരിചയമാണ് കേട്ടോ. കയ്യിലൊക്കെ പിടിക്കുന്നു, ദച്ചുവിനെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ദച്ചു ഇങ്ങനെ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും, എല്ലാം ചെയ്യും കുഞ്ഞിപ്പെണ്ണ്. ഇന്നത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞിനെ എപ്പോഴും എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കിടത്തി അത് കഴിഞ്ഞിട്ടല്ലേ കുളിപ്പിക്കുന്നത്. അപ്പോൾ ദച്ചൂസിനൊരാഗ്രഹം കുഞ്ഞുമാവിനെ പോലെ എണ്ണ തേച്ചിട്ട് അമ്മയുടെ കാലിൽ കിടന്നിട്ട് കുളിക്കണമെന്ന്. അങ്ങനെ ദച്ചൂസിനെ നമ്മൾ ഷീറ്റ് വിരിച്ച് അതിനകത്ത് കിടത്തി ഇതുപോലെ മഞ്ഞയൊക്കെ തേച്ചെല്ലാം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് അവിടെ കിടക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിന് ആദ്യം ചെയ്യും, പിന്നെ ദച്ചുവാട്ടനും ചെയ്യും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞാട്ടനും കുഞ്ഞഞ്ചത്തിയും കൂടി അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. കുഞ്ഞുവാ വിചാരിക്കുന്നുണ്ടാവും, ഇത് ഏട്ടാ ഇവിടെ എണ്ണ തേക്കാൻ കിടക്കുന്നത് എന്നൊക്കെ. ഇതൊക്കെ വലുതാകുമ്പോൾ കാണുമ്പോൾ നല്ല രസമായിരിക്കും. എന്തായാലും ഇതേപോലെയാണ് നമ്മുടെ വസുക്കുട്ടി. ദച്ചൂസിന് ഇതുപോലെ നമ്മൾ എണ്ണയൊക്കെ തേപ്പിക്കുമ്പോൾ വസുവിന് ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കുളിപ്പിക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. കുഞ്ഞുവായ്ക്ക് മൂക്കെടുക്കുമ്പം എനിക്കും എടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇതാ എടുത്തു കൊടുക്കണം, മൂക്ക് പിടിച്ച് കൊടുക്കുകയാണ്. അതുപോലെ കുഞ്ഞുവായ്ക്ക് ചെയ്യുന്നതെല്ലാം ദച്ചൂസിനും ചെയ്യുന്നുണ്ട്. ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ മുട്ടവും ഞാനും കൂടി ഇന്നമ്മയുടെ കൂടെ കുളിക്കാൻ പോവുകയാണ് കേട്ടോ. കുഞ്ഞുവാനെ പോലെ ലൈക്കും ചെയ്യുക, കമന്റ് ചെയ്യുക. ദച്ചുക്കുട്ടിക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ പോലെ കുളിക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞിപ്പെണ്ണിനെ പോലെ കുളിക്കണം എന്ന് പറഞ്ഞിട്ട് ദച്ചുക്കുട്ടിനെ ഞാൻ കുളിക്കുകയാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ദച്ചുവിനെ എടുക്കണം. പിന്നെ ദച്ചു കുഞ്ഞുവാനെ പോലെ കുളിക്കാൻ പോവല്ലേ.
ഇതുപോലെയാണ് കുഞ്ഞുവാനെ കുളിപ്പിക്കുന്നത്. കണ്ണൊക്കെ അടച്ചാ? ഓ ഇല്ലാത്ത ഓക്കെ. അങ്ങനെ കുഞ്ഞാവ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി തൊട്ടി കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല ഉറക്കം. ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ബേബിന്റെ 1-ാം മാസമാണ്. അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ബേബി അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. നമുക്കിനി ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇതാ ഏട്ടന്മാരുടെ ബഹളം കേട്ട് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അതിന് ഡെക്കറേഷൻ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മളൊരു പിങ്ക് ഷീറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഷീറ്റും ചോക്ലേറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു ഐഡിയ എന്നും കൂടി നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ആ ഷീറ്റ് ഇങ്ങനെ വിരിച്ചു. ഇനി ഇതിൽ നമ്മൾ ഒന്നേന്ന് നമ്മൾ അങ്ങനെ ചോക്ലേറ്റ് കൊണ്ട് ഒന്നേന്ന് ഇതാ വസുക്കുട്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1-ാം മാസം എന്നുള്ളതിൻ്റെ ഒന്നേന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മീൻസ് ചോക്ലേറ്റ് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ദിച്ചുക്കുട്ടിയാണ്. ദിച്ചുക്കുട്ടി ചോക്ലേറ്റ് ഇരുന്ന് കഴിക്കുകയാണ്. കണ്ടോ, ഒരു മിഠായി കൊടുത്തു കഴിഞ്ഞാൽ 2 മിഠായിയാണ് നമ്മുടെ ദിച്ചൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ മെല്ലെ ഞാൻ മേടിച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ നമുക്കിത് വെക്കാൻ തികയില്ല, ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കൊതിയനാണ് നമ്മുടെ ദിച്ചൂട്ടി. അപ്പോൾ നമ്മളിതായത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ചെയ്ത കുഞ്ഞ് ആ ഒരു ഡെക്കറേഷൻ. എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ദച്ചുക്കുട്ടിയാണ് ആദ്യം വന്നിട്ട് ഇത് ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ എടുക്കുന്നവർ നിൽക്കുകയാണ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് ഇടാൻ പോകുന്ന ഡ്രസ്സ് ഇതാണ്. നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് വന്ന ഡ്രസ്സാണ്. ഞാൻ വീഡിയോ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ തലയിലിടുന്ന ഒരു ഹെയർ റിബണും ഉണ്ട്. അപ്പോൾ എൻ്റെ മാലാക കുട്ടി ഞങ്ങൾ റെഡിയാക്കാൻ വേണ്ടി പോകുകയാണ് ഗൈസ്. കുഞ്ഞെടുപ്പൊക്കെ അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് നമ്മുടെ അമ്മ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ഡ്രസ്സ് നമുക്ക് അയച്ചു തന്നതിൽ. ഇത് ഈ മാസം ഇപ്പം ഇടാൻ പറ്റിയ കറക്റ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ ഇതിട്ടിട്ട് ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റയിൽ ധ്രുവ ഫാഷൻ വേൾഡ് എന്ന ഇൻസ്റ്റ ഐ ഡിയിൽ നിന്ന് നമുക്ക് അയച്ചു തന്ന ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചു തന്നാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡ്രസ്സ്. അപ്പം അതാണിട്ട്. അപ്പം ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആൾ മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞാവിനെ അവിടെ കിടത്തി ഫോട്ടോ എടുക്കാം. അപ്പോൾ ആ ഫോട്ടോയും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കുഞ്ഞാവിൻ്റെ ഫോട്ടോ സെക്ഷൻ കാണാം. അങ്ങനെ നമ്മുടെ കുഞ്ഞുമണി ഇത് കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണ് തുറന്നിട്ട് 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കുറച്ച് സമയം ഇങ്ങനെ കയ്യും കാലൊക്കെ ഇണങ്ങിയിട്ട് വീണ്ടും ആൾ നല്ല ഉറക്കത്തിലായി. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ വടിയിലൊക്കെ ഇരുത്തിയിട്ട് നമ്മുടെ ദച്ചുവേട്ടൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. വസുവാട്ടം ഇച്ചിരി പിണക്കത്തിലാണ്, അതുകൊണ്ട് വസുവാട്ടം വന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത ഫോട്ടോസ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ആ ഒരു ഫോട്ടോ സെക്ഷൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.